ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞവളെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തിയ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭാഗ്യവതിയായ മറിയത്തിന്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ്. മറിയം വിശ്വാസികളുടെ ഉദാത്ത മാതൃകയാണ്. അശക്തയെങ്കിലും ശക്തനായവന്റെ പ്രവർത്തനത്താൽ വചനം തന്നിൽ മാംസം ധരിക്കുമെന്നും താൻ ദൈവപുത്രന് ജന്മം നൽകുമെന്നും മറിയം വിശ്വസിച്ചു. വിശ്വാസം എന്നാൽ എന്താണ്? എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഈ ഉറപ്പും ഈ ബോധ്യവും പാവപ്പെട്ട പെൺകുടിയായ മറിയത്തിലുണ്ടായിരുന്നു. ഈ ബോധ്യവും ഈ ഉറപ്പുമാണ് ദൈവപുത്രന്റെ മാതാവ് എന്ന പദത്തിലേക്ക് അവളെ ഉയർത്തിയത്. പുൽക്കൂട്ടിലെ നിസ്സഹായനായ ശിശുവിലും ഈജിപ്തിലെ അഭയാർത്ഥി കുഞ്ഞിലും നസ്രത്തിലെ ദരിദ്ര ബാലനിലും മറിയം ദർശിച്ചത് ദൈവപുത്രനെയാണെങ്കിൽ അവളുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നത് ഇതാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിലും ദൈവികമായ പദ്ധതി നമ്മെ ആശയക്കുഴപ്പത്തിലാക്കി തീർക്കുമ്പോഴും ഒക്കെ നമ്മുടെ ആഴമായ വിശ്വാസ ജീവിതം നമ്മെ ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോഴാണ് നാം ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരായി തീരുന്നത്. ദൈവപുത്രന്റെ സ്നേഹിതരെന്ന പദത്തിലേക്ക് നാം ഉയർത്തപ്പെടുന്നത്. തച്ചനായ യുവാവിലും സ്വന്തം ജനത്താൽ തിരസ്കൃതനായ മനുഷ്യപുത്രനിലും കാൽവരിയിലെ പരിത്യക്തനിലും ദൈവപുത്രനെ അവന്റെ അമ്മയായ മാതാവിന് കാണുവാൻ സാധിച്ചു. അത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശ്വാസ കണ്ണുകളുടെ വെളിച്ചത്തിലാണ്. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നത്തെ തലമുറയിൽ വഞ്ചനയിലും ചതിയിലും അകപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ആത്മഹത്യയിലും ഒക്കെ അഭയം തേടുന്ന സാധാരണ ജനങ്ങളും അഭ്യസ്ത വിദ്യരായിട്ടുള്ള അനേകം മക്കളും അവരൊക്കെയും മറിയത്തിന്റെ വിശ്വാസ ജീവിതം കണ്ട് ദൈവത്തിൽ ശരണപ്പെട്ട് പ്രത്യാശയിലേക്ക് നയിക്കപ്പെടുമ്പോൾ മാത്രമേ ഇന്നിന്റെ ഈ മൂല്യച്യുതി സംഭവിച്ച ലോകത്തിന് ഒരു മോചനം സാധ്യമാകും. തന്റെ പുത്രന് വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവരാജ്യവും ദൈവികമായ അവകാശങ്ങളും ഒക്കെ ഇഹലോക ജീവിതത്തിൽ ദൈവപുത്രന് ഒരു മരീചികയായി അനുഭവപ്പെട്ടപ്പോഴും മറിയം വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു. മാലാഖ അറിയിച്ചതുപോലെ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലാണ് തന്നിൽ വന്ന് പിറന്നതെന്നുള്ള മറിയത്തിന്റെ ഉത്തമമായ ബോധ്യമാണ് കാൽവരിയിൽ തന്റെ പുത്രനെ ബലി കഴിക്കപ്പെട്ടപ്പോൾ അവിടെ സധൈര്യം പ്രാർത്ഥനാ നിരതയായി കുരിശോട് ചേർന്ന് നിൽക്കുവാൻ മറിയത്തിന് പ്രാപ്തി കിട്ടിയത്. സ്വന്തം പുത്രനെ ബലിയായി നൽകിയ വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തെ പോലെ തന്റെ പുത്രനെ ബലി നൽകിയപ്പോൾ മറിയം വിശ്വസിച്ചത് ഇതാണ്: ജീവൻ നൽകിയവന് ജീവൻ കൊടുക്കുവാനും ജീവൻ തിരികെ എടുക്കുവാനും അവകാശമുണ്ട് എന്നുള്ളതായ വലിയ സത്യം. ഈ വിശ്വാസമാണ് മറിയത്തെ ദൈവമാതാവായി ഉയർത്തിയത്. നമുക്കും വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ദൈവികമായ പാതയിലൂടെ നടക്കുവാൻ പരിശ്രമിക്കാം. അതിന് പരിശുദ്ധ അമ്മയുടെ വിശ്വാസ ജീവിതം നമുക്കേവർക്കും മാതൃകയാകട്ടെ.